എനിക്കൊരാളിനെ കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ആശ്വാസമായിരിക്കും. അവർ എന്തോ ചെയ്തെന്നുള്ളൊരു തോന്നൽ. അല്ലാതെ ജയിലിലിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരെ തൂക്കി കൊല്ലാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഇവർ പെട്ടെന്ന് മാറുന്ന ആൾക്കാരല്ല, പക്ഷെ ഡേഞ്ചറസ് ആണ്. അവർ സമൂഹത്തിന് വളരെ പേടിയുള്ള ഭയങ്കര അപകടകാരികളാണ്. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അയാൾ പെരുമാറുകയാണ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, പെരുമാറുക. ആ പെരുമാറ്റം ആണ് സൈക്കോളജി. ഇപ്പൊ ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റം, ക്രിമിനൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയറിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണതയെ സ്വയം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കുറ്റം ചെയ്യാനുള്ള മനസ്സൊക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവാം. പക്ഷെ ക്രിമിനൽ ബിഹേവിയർ ഉള്ള ജനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവർക്ക് ഇതൊരു തെറ്റാണ് എന്ന് അറിയാമെങ്കിലും അത് ചെയ്യുമ്പോൾ അവർക്കൊരു കുറ്റബോധമില്ല. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ബഷീർ ഊട്ടി സാറാണ്. സാർ നമസ്തേ. നമസ്തേ സാർ. സാറിൻ്റെ പ്രൊഫൈല് പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ സെക്സ് തെറാപ്പിസ്റ്റ് ആണ്, എഴുത്തുകാരനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങയോട് ചോദിച്ചപ്പോൾ തന്നെ ജീവിതത്തിൽ ആർക്ക് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കുട്ടിക്ക് ഏത് വിഷയം പഠിക്കണമെന്ന് ചോദിക്കണമെങ്കിൽ പോലും സാറിൻ്റെ അടുത്ത് വരാറുണ്ട്. മെമ്മറി ഇല്ല എന്ന് പറഞ്ഞു വരുന്ന കുട്ടികൾ. അങ്ങനെ ഏത് വിഷയത്തിനും സാറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സാറിന് കഴിയുമെന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയത് ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് സാറ് എത്തിപ്പെടാൻ ഒരു സാഹചര്യം വന്നത്? ഇവിടെ ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജി എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അയാൾ പെരുമാറുകയാണ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, പെരുമാറുക. ആ പെരുമാറ്റം ആണ് സൈക്കോളജി. അത് പഠിക്കുന്ന ശാസ്ത്രമാണ്. അപ്പോൾ ആ പെരുമാറ്റത്തിലുള്ള ഡീവിയേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പെരുമാറ്റത്തിന് ഓരോ സാഹചര്യം അനുസരിച്ച് പെരുമാറാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ആണ് ഞങ്ങളെ പോലുള്ളവരെ സമീപിക്കുക. അപ്പോൾ എല്ലാ ടൈപ്പ് ബിഹേവിയറിനും നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും, അല്ലെങ്കിൽ ശ്രമിക്കാനെങ്കിലും പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരും. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ക്രിമിനൽ ബിഹേവിയറും അതുപോലെ ഒരു ബിഹേവിയറിൻ്റെ ഒരു ചെറിയ എലമെൻ്റാണ് ക്രിമിനൽ ബിഹേവിയർ. ഇപ്പോൾ ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റം, ക്രിമിനൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയറിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ കുറ്റകൃത്യങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ കുറ്റവാസന നിലനിൽക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുക. ആക്ച്വലി പറഞ്ഞാൽ എല്ലാ മനുഷ്യനും തെറ്റുണ്ട്, കുറ്റം ഉണ്ട്. കുറ്റവാസന അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള ഒരു സാധ്യത എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ രീതി കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ കൊണ്ടും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ടീച്ചിങ് കൊണ്ടും സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന്, നല്ല വ്യക്തികളിൽ നിന്ന് അനുകരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണതയെ സ്വയം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് സമൂഹത്തിൽ മോശപ്പെട്ടൊരു പിക്ചർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരും അങ്ങനെ ശ്രമിക്കാതെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറ്റം ചെയ്യാനുള്ള മനസ്സൊക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവാം. പക്ഷെ ക്രിമിനൽ ബിഹേവിയർ ഉള്ള ജനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവർക്ക് ഇതൊരു തെറ്റാണ് എന്ന് അറിയാമെങ്കിലും അത് ചെയ്യുമ്പോൾ അവർക്കൊരു കുറ്റബോധമില്ല, ചെയ്യാൻ അവർക്കൊരു ത്രില്ലുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്പോർട്സ്മാൻ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരൻ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ത്രില്ലുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഗോൾ തടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ഭയങ്കര ഒരു ത്രില്ലുണ്ടാവും. ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ കുറ്റവാസനയുള്ള നല്ല ഹാർഡ് കോർ ക്രിമിനൽ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവരുദ്ദേശിക്കുന്ന സമൂഹം തിരിച്ചറിഞ്ഞിട്ട് സമൂഹം ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ത്രില്ലുണ്ടാവും. അതിനെയാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. പക്ഷെ അത് ഏറ്റവും വലിയ ലെവലിലാണ് ഈ ക്രിമിനൽ എന്ന് പറയുക. പക്ഷെ അതിന് പടിപ്പടിയായിട്ടുള്ള താഴോട്ടുള്ള കുറേ സ്റ്റേജസും ഉണ്ട്. അപ്പോൾ എല്ലാ പേരും ക്രിമിനൽസ് ആവാറില്ല. പക്ഷെ എന്നാലും പലരും ഈ സാധാരണ രീതിയിൽ നിന്ന് തെറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുന്ന വേറെ ഇതിൻ്റെ തൊട്ട് താഴെയൊക്കെ ഉണ്ട്.
അപ്പോൾ രാഹുൽ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ വലിയ തരത്തിലുള്ള ഇപ്പോ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മനസ്ഥിതി എന്തായിരിക്കും? നമുക്കറിയാം സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ സിനിമകളിലൊക്കെ ആളുകളുടെ തലക്കടിച്ചുകൊള്ളുന്ന റിപ്പർ ചന്ദ്രൻ പഴയ ആളാണ്. അതേപോലുള്ള ആളുകളുടെ ഒരു പാത്തായിരിക്കും എന്നാണ് നമ്മൾ പലപ്പോഴും കഴിയുന്നത്. അവർക്കൊരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാറില്ല. അവർക്കത് കൊല്ലുന്ന ഒരു ത്രില്ലാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ മാനസിക തലം എങ്ങനെയായിരിക്കും? അവരുടെ മാനസിക തലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാനുഷിക മൂല്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. മാത്രമല്ല അവർക്ക് ഓരോ മനുഷ്യനും നമുക്കെന്താ ഓരോ പ്രായത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒരു ആവേശം, ചില കാര്യങ്ങൾ ചെയ്താൽ ഒരു ഭയങ്കര സന്തോഷം, ആവേശം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇന്നത് ചെയ്തല്ലോ. ഒരു എഴുത്തുകാരനാണെങ്കിൽ ഒരു കഥ എഴുതി കഴിയുമ്പോഴോ നോവൽ എഴുതി കഴിയുമ്പോൾ ഭയങ്കര സംഭവം, അതിലൊരു സിനിമ എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ. പക്ഷെ ഇവരെ സംബന്ധിച്ച് എനിക്ക് ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ആശ്വാസമായിരിക്കും. അവർ എന്തോ ചെയ്തെന്നുള്ളൊരു തോന്നൽ, അതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത്. അത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്യം പറഞ്ഞാൽ വ്യക്തമായ ഒരു ശാസ്ത്രീയ അടിത്തറ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എങ്കിലും അവരുടെ മനസ്സിനകത്തുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ അത് ഇതിലേക്ക് നയിക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക്കായുള്ള ചില ഡിഫറൻസസ്, അപ്പം ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡെവലപ്മെൻറ്റിനകത്ത് പിന്നെ അവരുടെ മനസ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഈ മനുഷ്യൻ്റെ രൂപം കണ്ടിട്ട് മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യത്വം പ്രതീക്ഷിക്കുക. ഇവരിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കില്ല. അതിന് പകരം അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും. ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഗോൾ അടിച്ചു, ഒരു ഇന്റർനാഷണൽ കളിയിൽ ഒരു ഗോൾ അടിച്ചു ലോകകപ്പിൽ എന്ന് പറയുന്നത് അതേ ആവേശം അവർക്കുണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ തക്കം പാത്ത് അവർക്കറിയാം ഒരുപാട് സംവിധാനങ്ങളെ പൊളിച്ചിട്ട് മാത്രമേ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ ഒക്കുള്ളൂ എന്നറിയാം. അതെല്ലാം അവർ ദിവസങ്ങളും മാസങ്ങളും കൊണ്ട് ചിലപ്പോൾ പ്ലാൻ ചെയ്യും, ചിലപ്പോൾ ആഴ്ചകളെടുത്തിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ കഴിയും. ഇപ്പോൾ അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവരെ കൊണ്ട് ജയിലിലിട്ടിട്ടും ഒരു പ്രയോജനവുമില്ല. അവർ ജയിലിലിട്ടെന്ന് പറഞ്ഞ് വലിയ മാറ്റങ്ങളൊന്നും വരില്ല അവർക്ക്. പക്ഷെ ഇവരെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ സോഴ്സ് അനുസരിച്ച് നമുക്ക് കുറേ മെഡിസിൻസ്, ഇപ്പോൾ സൈക്യാട്രി ലെവലിൽ ചിന്തിച്ചാൽ കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് അങ്ങനെയുള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെയുള്ള മരുന്ന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഈ ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്ത, നോർമൽ തിങ്കിങ് പ്രോസസ്സ് ഇല്ലാത്ത ആളുകൾക്കാണ് നമ്മൾ ആ നോർമൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെഡേറ്റീവ് ഉൾപ്പെടെയുള്ള ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആണ് ഇവർക്ക് കൊടുക്കുക. രണ്ടാമത് ECT പോലെയുള്ള ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരത്തക്ക രീതിയിലുള്ള അങ്ങനെയുള്ള ECT കൊടുക്കാം. അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ തെറാപ്പിയിലൂടെ അവരെ ഇതുപോലെ ഡയറക്റ്റായിട്ട് 1-to-1 തെറാപ്പി, അപ്പം അവരുടെ മനസ്സിനകത്ത് ഒരു മാനുഷിക മൂല്യങ്ങൾ ഇട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ ചിന്താധാരയിലുള്ള തെറ്റായ പ്രവണത മാറ്റാനുള്ള ആ ഒരു ശ്രമം നടത്തി. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. പക്ഷെ ഇതൊന്നും ഒരു ഫുൾ പ്രൂഫൺ അല്ല. അവരെ തുറന്ന് വിടുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇവരെ ഒരു കൺഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് എൻവയൺമെൻറ്റിൽ നിർത്തിയിട്ട് അവരെ ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് മറ്റ് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുക. ഇതായിരിക്കും ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. അല്ലാതെ ജയിലിലിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരെ തൂക്കി കൊല്ലാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഇവർ പെട്ടെന്ന് മാറുന്ന ആൾക്കാരല്ല, പക്ഷെ ഡേഞ്ചറസ് ആണ്. അവർ സമൂഹത്തിന് വളരെ പേടിയുള്ള ഭയങ്കര അപകടകാരികളാണ്. ഇപ്പോൾ ഒരു കാട്ടിലെ ഒരു കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് താമസിക്കുന്ന വീട്ടുകാരെ പോലെ എപ്പോഴും പേടിച്ച് ഇത് ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ സമൂഹത്തിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുള്ളൂ. ഇവരെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇവരുടെ എന്തെങ്കിലും സ്വഭാവങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനും ഒക്കില്ല. പക്ഷേ നമുക്ക് കുറേ കൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ കണ്ടെത്താനും പറ്റും. പൊതുവെ ഇവർക്ക് കൂട്ടുകാർ കുറവായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടാവില്ല. ഒരു സോഷ്യലൈസേഷൻ, ഒരു സോഷ്യൽ ഒക്കേഷൻസിലൊന്നും അവർ അത്ര പങ്കെടുക്കുകയോ മിങ്കിൾ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ മാനുഷികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുക,
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെറിയ പ്രായത്തിലെ കുറവായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അത് എപ്പോഴും ഇവരൊരു ഓഡ് മെൻ ഔട്ട് എന്നുള്ള രീതിയിലായിരിക്കും. സ്കൂളിലാണെങ്കിലും കോളേജിലായിരുന്നാലും ഒരു ഗ്രൂപ്പിലായിരുന്നാലും ശരി, ഇവർ മറ്റുള്ളവർക്കാലും കുറച്ച് വ്യത്യസ്തരായിരിക്കും പൊതുവെ. പക്ഷെ അതർ ദാൻ ദാറ്റ് നമുക്ക് വേറെ ഒന്നും അവരിൽ അങ്ങനെ ഈ ക്രിമിനൽ സ്വഭാവമൊന്നും അല്ലാത്ത രീതിയിൽ കാണാനൊക്കില്ല. കാരണം ഇത് അവരൊരു പർപ്പസ്ഫുള്ളി അവർ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുവരെ അവർ സാധാരണ പോലെ ജീവിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് സൊസൈറ്റിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ ഇവരെ ബിൽഡ് ചെയ്യുന്നതിലോ ഇവർക്ക് ആ മാനസിക തലം സൃഷ്ടിക്കുന്നതിലോ? ഇതിനകത്ത് പല തിയറീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഈ ക്രോമസോമൽ ആബറേഷൻസ് ആണ്, ജനറ്റിക്കുള്ള കുറെ കാര്യങ്ങളൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബയോളജിക്കലി വരുന്ന ചേഞ്ചസ്. അത് ഫുൾ പ്രൂഫൺ അല്ല. രണ്ട്, ചില തിയറീസ്, സോഷ്യൽ സൈക്കോളജിക്കൽ തിയറീസ് പറയുന്നത് ഇവരുടെ അപ്ബ്രിങ്ങിങ്ങിനകത്ത് ചെറിയ പ്രായത്തിൽ ഇവർക്ക് വേണ്ട പരിഗണനയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നർച്ചറിങ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ചില സംഭവങ്ങൾ. ഒരു 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 സ്റ്റഡി പറയുന്നത് ജനിച്ച് 2 വയസ്സിനകത്ത് അമ്മയുടെ അസാന്നിധ്യം, പരിചരിക്കാൻ അമ്മയില്ല, ഏതെങ്കിലും കാരണത്തിൽ അമ്മ കൂടെ ഇല്ല. അപ്പൊ അങ്ങനെ വളരുന്ന കുട്ടികളിൽ പിൽക്കാലത്ത് ഇവർ ഇതുപോലുള്ള ക്രിമിനൽസായി മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഒരു സ്റ്റഡി പറയുന്നു. അപ്പോൾ അതുപോലെ പിന്നെ ഈ ഒപ്രഷൻസ്, അടിച്ചമർത്തപ്പെട്ട ചില സമൂഹത്തിൽ വളരുന്ന ആളുകൾ, അവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ അവരും ഇത് കണ്ട് അറിഞ്ഞിട്ട് ഈ ഒപ്രഷൻസ് സഹിക്കാൻ വയ്യാതെ അവരും ഇതുപോലെ, കാരണം അവർക്ക് മാനുഷ്യ മൂല്യങ്ങളില്ല, അവരെല്ലാം അടിച്ചമർത്തി വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് വളരുന്ന ചില വ്യക്തികൾ ഇതുപോലെ ആവാനുള്ള സാധ്യത ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായിട്ടൊരു തിയറി ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, അതാണ് സത്യം. ഇതുപോലുള്ള കുറെ സാധ്യതകൾ നമുക്ക് ഏകദേശം കുറേയൊക്കെ സത്യമാണ്, ചില കേസിൽ അങ്ങനെയാണ്. പക്ഷെ എല്ലാ കേസിലും ഒരേ റീസൺസും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടക്കാലത്ത് വെച്ചായിരുന്നു അമ്മയെയും സ്വന്തം അനിയനും, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്വന്തം അനിയനെയും തലക്കടിച്ചു കൊള്ളുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടത്. വാപ്പ ഗൾഫിലാണ്. അപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഡ്രഗിന് അടിമയല്ല, ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള കേസുകളെ? അത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ഈ സീരിയൽ കില്ലർ ആവണമെന്നില്ല, അതായിരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പല വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇതൊരു സീരിയൽ കില്ലർ അല്ല. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ തകരാർ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് ഭയങ്കര സെൽഫിഷ്നെസ് ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ കുറവായിരിക്കും. ആരോടും ഒരു കൺസിഡറേഷൻ. ഇപ്പോൾ ഇതാണെങ്കിലും അയാളുടെ പഴയ കാര്യങ്ങൾ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നോക്കിയാൽ, അയാളുടെ ചെറിയ പ്രായം മുതൽ അതുവരെയുള്ള കാലഘട്ടം നോക്കിയാൽ ആരോട്, ഇപ്പോൾ മദറിനോട്, ഇപ്പോൾ സാധാരണ അമ്മയോട് മക്കൾക്കൊരു കൺസിഡറേഷൻ കാണും, അച്ഛനോട് കാണും, സഹോദരങ്ങളോട് കാണും. ഇപ്പം അമ്മയ്ക്കൊരു അസുഖം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, മക്കൾക്ക് ഒരു ചെറിയ ഒരു മനസ്സലിവ് വരും. അമ്മയുടെ കരച്ചിൽ കണ്ടാൽ, കണ്ണീര് കണ്ടാൽ ഒരു അലിവുണ്ടാവും. ഇതിങ്ങനെയൊന്നും ചെറിയ പ്രായത്തിൽ ഉണ്ടാവില്ല. പക്ഷെ പല വീട്ടിലും പല അമ്മമാരും അച്ഛന്മാരും ഇത് വലിയ കാര്യമല്ലാതെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ അവരിതെല്ലാം പല കാര്യങ്ങൾ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് മുമ്പോട്ട് പോകുന്നവരെ എന്താവശ്യപ്പെട്ടാലും കൊടുക്കും. എന്നാൽ ഇവരായിട്ടൊന്നും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയില്ല, ഇവരായിട്ട് പാരൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറിയില്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ, അഡോളസൻസ് പീരീഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ പിന്നീട് എന്തെങ്കിലും നിഷേധിക്കുമ്പോഴത്തേക്ക് പകയായിട്ട് മനസ്സിൽ വരും. കാരണം അവർക്ക് ആരുടെ ഒരു റിമോഴ്സ്, ഒരു കുറ്റബോധമില്ല, ഒരു അനുകമ്പയില്ല, ഒരു ഒന്നുമില്ല, മനസ്സിനകത്ത് ഇവരെ കൂടെ ഒരു താല്പര്യം ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യും, വലിയ കുട്ടിയായില്ലേ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നതെല്ലാം കൊടുക്കാനും പറ്റില്ല, കൊടുക്കുകയില്ല. ചിലപ്പം നിഷേധിക്കുമ്പോൾ ഇതെല്ലാം പകയായിട്ട് മനസ്സിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പക മൂത്ത് കിട്ടാൻ വരുമ്പോഴത്തേക്ക് കൈ കിട്ടുന്ന സാധനം എടുത്ത് വെട്ടാനോ കൊല്ലാനോ അവർ മടിക്കില്ല. അത് ആരാണെന്നൊന്നും നോക്കുകയൊന്നുമില്ല. അപ്പോഴങ്ങനെ ചെയ്തിട്ട് പോകും. അതാണ് അത്. അത് സീരിയൽ കില്ലർ അല്ല, അതൊരു ക്രിമിനൽ വാസനയുള്ള സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള വ്യക്തികളിൽ പെട്ടതാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ക്രിമിനൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും എപ്പോഴെങ്കിലും ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിനെല്ലാം പരിഹരിച്ച് അവരെ ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറ്റാൻ
അപ്പോൾ എല്ലാവർക്കും ചിന്തിക്കുന്നുണ്ടാകും, ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് എങ്ങനെ അവരെ വീണ്ടും സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അതിന് സമൂഹത്തിന് അതിനുള്ള ഒരു ഇച്ഛാശക്തി വേണം. സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഭരണാധികാരികൾക്കും അതുപോലെ സമൂഹത്തിൻ്റെ ഭരണത്തെ സഹായിക്കുന്ന മറ്റ് സംവിധാനങ്ങൾക്കും, പോലീസും എക്സൈസും അതുപോലെ ഇങ്ങേ അറ്റം വരെയുള്ള സാമൂഹികമായിട്ട് എല്ലാവർക്കും, സ്കൂളും കോളേജ് എല്ലാ പേർക്കും അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം. അത് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു വെൽഫെയർ, നല്ലൊരു കുടുംബം ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജയിലിൽ തന്നെ, ഇപ്പം ജയിലിൽ ഉള്ള ആളുകളെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനും അവിടെ പോയിട്ടുണ്ട്, അവിടെയുള്ള ചില വ്യക്തികളെയൊക്കെ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം വന്നിട്ട് കുറേ കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ കൊടുത്ത് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും അവർക്ക് ജീവിക്കാൻ മറ്റു രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പൊക്കിയെടുക്കാൻ പറ്റും. പക്ഷെ എല്ലാവരെയും അങ്ങനെ ചെയ്യാൻ നോക്കില്ല. ഇത് ഇൻബിൽറ്റ് എന്ന് പറയും പോലെ ഒരു സ്റ്റീൽ, അതിനകത്ത് പിന്നെ അലൂമിനിയം നമുക്ക് ചേർക്കാൻ നോക്കില്ല എന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. എല്ലാവരെയും അങ്ങനെ റിഫൈൻ ചെയ്യാൻ നോക്കില്ല, അതാണ് സത്യം. എങ്കിലും ഒരു പരിധി വരെ എല്ലാവരും സ്റ്റീൽ പോലെ അല്ല, കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് സമൂഹം ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ, സമൂഹം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുത്താൽ, പിന്നെ അവർക്കൊരു ജോലി സാധ്യത വേണം, അല്ലെങ്കിൽ സമൂഹത്തിന് അവർക്ക് ഒരു സ്റ്റിഗ്മ ഒഴിവാക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം വേണം. തെറ്റ് ഇന്നലെയാണ് ചെയ്തത്, ഒരു തെറ്റിനെ അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സമൂഹം ചെയ്യുന്നത് ഒരു തെറ്റിന് പിന്നെ ജീവിതകാലം മൊത്തം ശിക്ഷിക്കുന്ന, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും അകറ്റി നിർത്തുന്നത് കൊണ്ടോ ഒറ്റപ്പെടുത്തൽ കൊണ്ടോ ഒക്കെ ശിക്ഷിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അതുമൊക്കെ ഒന്ന് മാറി അയാളുടെ ഇന്നെന്താണ്, ഇനി എന്തായിരിക്കും അയാൾ, ഇനി എങ്ങനെ നയിക്കണം, ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി, എന്നാൽ ഒരു മോണിറ്ററിങ് ഉണ്ടാവുകയും വേണം, ഒരു സംവിധാനം ഉണ്ടാവണം. അയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നും പറഞ്ഞിട്ട് എല്ലാം തീർന്നില്ല, അവിടെ ഒരു മോണിറ്ററിങ് ഉണ്ടാവണം. എന്നിട്ട് അയാളെ നല്ല കാര്യങ്ങൾ, അയാളുടെ കഴിവനുസരിച്ച് ഒരു ജോലി കൊടുത്ത് അല്ലെങ്കിൽ തൊഴിൽ പരിശീലിപ്പിച്ച് മുമ്പോട്ട് പോയാൽ മാറ്റാനുള്ള ചാൻസുകൾ. അല്ലെങ്കിൽ മറ്റേ ചെന്താമരയുടെ കേസിൽ സംഭവിച്ച പോലെ പരോളിന് ഇറങ്ങി വരുന്നു, മറ്റൊരാളെ കൊന്നിട്ട് വീണ്ടും പോകും. അതൊരു ഹാബിറ്റായിട്ട്, ഒരു ഹോബിയായിട്ട് അവർ പിന്നീടും പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഈ രീതിയിലുള്ള മെത്തേഡ് കഴിയും.